ഒരിടത്ത് പാകിസ്ഥാനെ നേരിടുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യ ഭയപ്പെടേണ്ട മറ്റൊരു പാകിസ്ഥാൻ ഉണ്ടാകുന്നു. അത് ബംഗ്ലാദേശാണ്. മുന്നറിയിപ്പ് നൽകുകയാണ് ഷെയ്ഖ് ഹസീനയുടെ മകൻ. നിങ്ങളുടെ കിഴക്കൻ മുന്നണിയിൽ ഇന്ന് മറ്റൊരു പാകിസ്ഥാനുണ്ട്. അൽ ഖ്വയ്ദ പ്രവർത്തകർ പൊതു റാലികളിൽ സംസാരിക്കുന്നു. ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത് ഇതാണ്. ഇത് ഇന്ത്യക്കോ ലോകത്തിനോ വലിയ തോതിൽ നല്ലതല്ല. ഇത് അവസാനിപ്പിച്ചില്ല എങ്കിൽ ഭാവിയിൽ ആഗോള ഭീകരരുടെ അടുത്ത തലമുറ ബംഗ്ലാദേശിൽ നിന്ന് ഉയർന്നു വരാൻ പോവുകയാണ് എന്നും അദ്ദേഹം പറയുന്നു. പുറത്താക്കപ്പെട്ട ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ മകനും മുതിർന്ന അവാമി ലീഗ് നേതാവുമായ സജീബ് വസീദ് ജോയ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ് ഈ പറഞ്ഞത്. ബംഗ്ലാദേശിനെ ഒരു പരാജയപ്പെട്ട രാഷ്ട്രമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. തന്റെ രാജ്യം എല്ലാ തലങ്ങളിലും അധപ്പതിച്ചിരിക്കുകയാണ് എന്നും അന്താരാഷ്ട്ര സമൂഹം ഇടപെടണം, ഇല്ലായെങ്കിൽ പ്രാദേശിക ഭീകരതയുടെ വിളനിലമായി മാറുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ബുധനാഴ്ച ന്യൂഡൽഹിയിലെ ഫോറിൻ കറസ്പോണ്ടൻസ് ക്ലബിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ അമേരിക്കയിലെ മേരിലാൻഡിൽ നിന്ന് ഓൺലൈൻ വെർച്വലായി സംസാരിക്കുകയായിരുന്നു ജോയ്. വിദേശ രഹസ്യാന്വേഷണ ഏജൻസികൾ, പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് ISI, ഇത് രാജ്യത്ത് വളരെ ഓപ്പൺ ആയിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നും അദ്ദേഹം ആരോപിക്കുന്നു. അവാമി ലീഗ് സർക്കാരിന് കീഴിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച 100 കണക്കിന് കൊടും കുറ്റവാളികളുണ്ട്. അവരെ പിന്നീട് ജയിൽ മോചിതരാക്കിയിട്ടുണ്ട്. ഹിസ്ബുത്ത് തഹ്രീർ പോലുള്ള നിരോധിത ഗ്രൂപ്പുകൾ പരസ്യമായി രാജ്യത്ത് മാർച്ച് നടത്തുന്നുണ്ട്. അൽ ഖ്വയ്ദയുമായി ബന്ധമുള്ള വ്യക്തികൾ പൊതു റാലികളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഇന്ത്യയെ ഏറ്റവും ആശങ്കപ്പെടുത്തേണ്ട കാര്യം ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്ത് ബംഗ്ലാദേശ് മറ്റൊരു പാകിസ്ഥാനായി മാറുന്നു എന്നതാണ്. കൂടാതെ ഇടയ്ക്കിടെയുള്ള ഒരു തലക്കെട്ടായി ഈ വിഷയത്തെ കണക്കാക്കരുത്. അതിനു പകരം നിരന്തരമായി ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുക, അതിന്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക എന്ന് ഇന്ത്യൻ മാധ്യമങ്ങളോട് അദ്ദേഹം പറയുന്നു. മുഹമ്മദ് യൂനിസിന്റെ ഇടക്കാല ഭരണകൂടത്തിന്റെ അവസാനത്തെ തുടർന്ന് താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നിർണായക ഭൂരിപക്ഷം നേടി അവിടെ സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു. ബംഗ്ലാദേശ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ഒരു 6 മാസത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ജോയിയുടെ ഒരു പരാമർശങ്ങൾ വരുന്നത്. യൂനിസിന്റെ കെയർടേക്കർ സർക്കാർ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് വിലക്കുകയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്ത അവാമി ലീഗ് ഇപ്പോൾ രാഷ്ട്രീയ പ്രക്രിയയിലില്ല, പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. സുരക്ഷാ മുന്നറിയിപ്പിനപ്പുറം ജോയ് മറ്റ് നിരവധി പരാതികളും പറഞ്ഞു. ഹസീനെ പുറത്താക്കുന്നതിലേക്ക് നയിച്ച 2024 ജൂലൈ ഓഗസ്റ്റ് പ്രതിഷേധങ്ങളിലെ മരണസംഖ്യയെക്കുറിച്ചും പരാമർശിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകളും സർക്കാരിന്റെ കണക്കുകളും തമ്മിൽ 600 എണ്ണത്തിൽ വ്യത്യാസമുണ്ട് എന്നാണ് ജോയ് ചൂണ്ടിക്കാട്ടിയത്. യൂനിസ് ഭരണകൂടത്തിന് കീഴിൽ ആയിരക്കണക്കിന് അവാമി ലീഗ് അംഗങ്ങളെയും അനുഭാവികളെയും മുതിർന്ന മുൻ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വിചാരണയോ ജാമ്യമോ ഇല്ലാതെ ദീർഘകാലത്തേക്ക് കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട് എന്നും ചിലർ നിയമവിരുദ്ധമായ കൊലപാതകങ്ങൾ എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച സാഹചര്യങ്ങളിൽ കസ്റ്റഡിയിൽ മരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനു പുറമെ ബംഗ്ലാദേശിന്റെ സമ്പദ് വ്യവസ്ഥ ഇതിനകം തന്നെ ബുദ്ധിമുട്ടിലാണ്. തുടർച്ചയായ ദുർഭരണം മൂലം അത് സമ്പൂർണ്ണ തകർച്ച നേരിടുമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഭാവിയിലെ തിരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ പാത ഭരണകക്ഷിക്ക് അനുകൂലമായി തുടരുമെന്നും അദ്ദേഹം പ്രവചിച്ചു. അതേസമയം തന്നെ 2024 ഓഗസ്റ്റിൽ ഹസീനയുടെ പുറത്താക്കലിന് ശേഷമുള്ള സംഭവങ്ങളെ കുറിച്ചുള്ള അവാമി ലീഗിന്റെ ഒരു വിലയിരുത്തലായിട്ടാണ് ജോയിയുടെ ഈ പരാമർശങ്ങൾ ഇപ്പോൾ പ്രതിഫലിപ്പിക്കുന്നത് എന്ന രീതിയിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. എന്തായാലും ഇന്ത്യ സൂക്ഷിക്കണം എന്നത് തന്നെയാണ് അൾട്ടിമേറ്റ്ലി അദ്ദേഹം നൽകിയ സന്ദേശത്തിൽ നിന്നും എടുക്കേണ്ടുന്ന രത്ന ചുരുക്കം. കാരണം ഒരു സൈഡിൽ പാകിസ്ഥാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, പാകിസ്ഥാന്റെ ആക്രമണങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, പാകിസ്ഥാനിലെ ഭീകരവാദികളെ ഒതുക്കാനുള്ള കാര്യങ്ങൾ ഇന്ത്യൻ സേന ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാകിസ്ഥാനെ പോലെ തന്നെ ക്രൂക്കഡ് ആയിട്ടുള്ള മറ്റൊരു ശക്തി കൂടി ഇന്ത്യൻ കിഴക്കൻ ഭാഗത്ത് ഉയർന്നു വരിക എന്ന് പറയുമ്പോൾ ഇന്ത്യ കുറെ കൂടി ജാഗ്രത പുലർത്തണം എന്ന് തന്നെയാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. കാരണം പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ആക്രമണകരമായ സ്വഭാവങ്ങളുള്ള രാഷ്ട്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ അതിർത്തികൾ ഭദ്രമാക്കേണ്ടത്, ഇന്ത്യക്കകത്തുള്ള ആഭ്യന്തര സുരക്ഷ ഭദ്രമാക്കേണ്ടത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്തമായി മാറുകയാണ്. ഒരു വശത്ത് ഈ 2 രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, മറ്റൊന്ന് ഇന്റേണലി തന്നെയുള്ള CJPയുടെ പ്രോബ്ലങ്ങൾ, അങ്ങനെ ഒരുപാട് ഒരു സമ്മർദ്ദാവസ്ഥയിലൂടെ രാജ്യം കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ദൃശ്യമാകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.